നോക്കാം. ലോറി ഇടിച്ച് ജീപ്പ് ഡ്രൈവർ മരിച്ച കേസിൽ ലോറി ഡ്രൈവർ 28 വർഷത്തിന് ശേഷം പിടിയിൽ. കർണാടക ഹുൻസൂർ സ്വദേശി നാഗേഷിനെയാണ് ബംഗളൂരുവിൽ വെച്ച് ഇരിട്ടി പോലീസ് പിടികൂടിയത്. നാഗേഷ് ഓടിച്ച നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ച് ജീപ്പ് ഡ്രൈവർ പുന്നാട് സ്വദേശി സഹദേവനാണ് മരിച്ചത്. അപകട സമയത്ത് തന്നെ ലോറി തിരിച്ചറിഞ്ഞെങ്കിലും ഡ്രൈവർ ഒളിവിൽ പോവുകയായിരുന്നു. ഇയാളെ അന്വേഷിച്ച പലതവണ പോലീസ് വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വേഷം മാറി ബംഗളൂരുവിലെത്തിയ കേരള പോലീസ് സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. ഡ്രൈവറെ പിടികൂടാൻ കഴിയാത്തതിനാൽ മരിച്ച സഹദേവന്റെ കുടുംബത്തിന് 28 വർഷമായി ഇൻഷുറൻസ് തുക ലഭിച്ചിരുന്നില്ല. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഫെലിക്സെ, അങ്ങനെ അതിസാഹസികമായി ഹീറോയിക്കായി സിനിമാറ്റിക്കായി ആ പ്രതിയെ പിടിച്ചിരിക്കുന്നു. ഇത്രയും കാലത്തിന് ശേഷം ഇത് എങ്ങനെയായിരുന്നു സംഭവം? മോത്തി, നമ്മുടെ നാട്ടിലിപ്പോൾ ഈ വാഹനം ഇടിച്ച് ആരെങ്കിലും മരിക്കുകയോ ചെയ്താൽ വണ്ടി നിർത്താതെ പോകുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കർക്കശമായ നിയമങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവം നടക്കുന്നത് 1996 ഇരിട്ടിക്കടുത്ത് കിളിയന്തര എന്ന സ്ഥലത്ത് നാഷണൽ പെർമിറ്റ് ലോറി ഈ ജീപ്പിൽ വന്നിടിക്കുകയാണ്. അങ്ങനെയാണ് ജീപ്പ് ഡ്രൈവർ പുന്നാട് സ്വദേശി സഹദേവൻ മരിക്കുന്നത്. എന്നാൽ ഈ ലോറി ഡ്രൈവർ ഒളിവിൽ പോയി. പോലീസ്, നമുക്കറിയാം, ഈ ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ, അതായത് മരിച്ചാൽ ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ എതിർകക്ഷി ഉണ്ടാവണം. പക്ഷേ ഈ ലോറി ഡ്രൈവർ പോയതോടുകൂടി തന്നെ ഇവർക്ക് ഇൻഷുറൻസ് തുക പോലും കിട്ടാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ പോലീസ് വലിയ രീതിയിൽ അന്വേഷിച്ചു, ഇയാളുടെ സ്ഥലം കണ്ടുപിടിച്ചു, ഇയാൾ കർണാടകത്തിലാണെന്ന് മനസ്സിലാക്കി. പക്ഷേ ഇയാൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാൾ വീട്ടിൽ വരവേയില്ല. അതായത് 28 വർഷമായി പല സമയങ്ങളിൽ കേരള പോലീസ് ഇയാൾ വീട്ടിൽ പോയെങ്കിലും ഇയാൾ വീട്ടിൽ നിന്ന് അടക്കം മാറി 28 വർഷമായി ഒളിച്ച് താമസിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീടാണ് പോലീസ് ഇയാൾ ബാംഗ്ലൂരിലെ ഒരു IT മേധാവിയുടെ ഡ്രൈവറായി ജോലി ചെയ്യുന്നുണ്ട് വിവരം പോലീസ് ലഭിക്കുന്നു. പക്ഷേ നമുക്കറിയാം, 28 വർഷം കഴിഞ്ഞ ഒരാളെ കണ്ടെത്താൽ അയാളെ മുഖഭാവം ഒക്കെ തന്നെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തിരിച്ചറിയാൻ പോലും കഴിയില്ല. അങ്ങനെ കേരള പോലീസ് അവിടെ എത്തിയ സമയത്ത് ഇയാളെ കണ്ടെത്താൻ ഇയാളുടെ മൊബൈൽ ഫോൺ നിരീക്ഷിച്ചു. അങ്ങനെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അനുസരിച്ച് ഇന്ന സ്ഥലത്തെത്തി. പക്ഷെ അങ്ങനെ സ്ഥലത്തെത്തി, അങ്ങനെ വേഷം മാറിയാണ് കേരള പോലീസ് അവിടെ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന സമയത്ത് ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞു. ഇയാളെ കണ്ടു. പക്ഷേ അപ്പോൾ ഇയാൾക്ക് മനസ്സിലായത് കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് ട്രിപ്പ് പോകണമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ കേരളത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഇത് പ്രശ്നം മനസ്സിലായി. അങ്ങനെ ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് വേറെ ഒരാളെ ഡ്രൈവറായി വിടുകയാണ്. അങ്ങനെ വേറൊരാളെ ഡ്രൈവറായി വരികയും അയാൾ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ ഈ പറയുന്ന നാഗേഷ് എന്ന ഡ്രൈവറിൻ്റെ മകനാണ്, അതായത് ഇടിച്ചിട്ട് പോയ ലോറി ഡ്രൈവർ നാഗേഷിൻ്റെ മകനാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞ ശേഷം ഇയാളെ പിടികൂടണമല്ലോ എങ്ങനെയും. അപ്പം IT മേധാവിയായി തന്നെ നേരിട്ട് ഈ പോലീസ് ബന്ധപ്പെടുകയാണ്. അങ്ങനെ ഇയാളെ പുറത്ത് വെച്ച്, അതായത് IT ഓഫീസിൻ്റെ പുറത്ത് വെച്ച് പിടികൂടാൻ വേണ്ടി നിൽക്കുന്നു. ആ സമയത്ത് ഇയാളെത്തി. അങ്ങനെയാണ് ഈ വേഷം മാറിയെത്തിയ കേരള പോലീസ് ഈ പ്രതിയെ പിടികൂടിയ സമയത്ത് തന്നെ, പിടികൂടിയപ്പോൾ തന്നെ ഇത് കേരള പോലീസാണെന്ന് അയാൾക്ക് മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ ഇയാൾ കീഴടങ്ങുകയാണ് ചെയ്തത്. ഇതിൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇത്തരത്തിൽ വാഹനം ഇട്ടിട്ട് പോകുമ്പോൾ അതിനൊരു മനസാക്ഷി കൂടി വേണം. അതിനപ്പുറത്തേക്ക് ഇൻഷുറൻസ് തുക പോലും കിട്ടാത്ത ആ കുടുംബം 28 വർഷമായി ആ കുടുംബത്തിന് അങ്ങനെ കഴിയേണ്ടിയും വന്നു. അപ്പോൾ ഏതായാലും ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിലെ ഒരു അംഗം നഷ്ടപ്പെട്ടെങ്കിലും